അത്ഭുതം പ്രതീക്ഷിക്കുന്നവരാണ് നമ്മിൽ പലരും. അത്ഭുതം എന്നത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് പലർക്കും അറിഞ്ഞുകൂടാ. എന്നാൽ നാം ഓരോരുത്തരും അത്ഭുതത്തിൻ്റെ ഉടമസ്ഥന്മാരാണെന്നും അതിൻ്റെ നിർമ്മാതാക്കളാണെന്നും നമ്മിൽ എത്ര പേർ തിരിച്ചറിയുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ പറഞ്ഞതിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ വിചാരിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കൂ. ദൈവം കൂടെ ഉണ്ട് എന്നുള്ളത് വാസ്തവമായിരിക്കുമ്പോൾ തന്നെ നമുക്ക് പലപ്പോഴും അത്ഭുതങ്ങൾ കാണാൻ കഴിയുന്നില്ല എന്നതും വാസ്തവമല്ലേ? ദൈവം കൂടെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അത്ഭുതം കാണുന്നില്ല? എന്തുകൊണ്ട് അത്ഭുതം സംഭവിക്കുന്നില്ല? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ലോക ജീവിതത്തിൽ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അവരുടെ അവിശ്വാസം കാരണം തനിക്ക് അവിടെ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു ചെറിയ ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 40-ാം വാക്യം വായിക്കുന്നു. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. കർത്താവായ യേശു ക്രിസ്തു ഏറ്റവും അധികം അത്ഭുതങ്ങൾ ചെയ്തത് തൻ്റെ ജീവിതകാലത്ത് ഏതെങ്കിലും കോടീശ്വരന്മാരുടെ ഭവനങ്ങൾ തേടി പോവുകയോ അല്ലെങ്കിൽ വലിയ ആൾക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽ വലിയ പ്രസിദ്ധിക്ക് വേണ്ടിയൊന്നുമായിരുന്നില്ല. മറിച്ച് ദേശക്കാരനെ തിരിച്ചറിഞ്ഞ് അവരുടെ കണ്ണുനീര് കണ്ട് അവരുടെ മനസ്സലിഞ്ഞാണ് പലപ്പോഴും കർത്താവ് അത്ഭുതം ചെയ്തത്. യേശു വളരെയേറെ സ്നേഹിച്ചൊരു ഭവനമായിരുന്നു ലാസറിൻ്റെയും മാർത്തയുടെയും മറിയുടെയും ഭവനം. അങ്ങനെ ഇരിക്കെയാണ് യേശു സ്ഥലത്തില്ലാതിരിക്കുന്ന ഒരു സമയത്ത് ലാസർ ദീനമായി കിടന്നു. എന്തിന് അധികം ലാസർ മരിച്ചുപോയി. മരിച്ചു കഴിഞ്ഞ് ലാസറിനെ സാധാരണ പോലെ തന്നെ കല്ലറയിൽ അടക്കം ചെയ്തു. 3 ദിവസം കാത്തിരുന്ന് 4-ാമത്തെ ദിവസമാണ് കർത്താവ് അവിടെ എത്തുന്നത്. കർത്താവ് എത്തുമ്പോൾ ഓടി വന്നങ്ങ് അത്ഭുതം ചെയ്യുകയായിരുന്നില്ല, മറിച്ച് അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും പലപ്പോഴും എന്തുകൊണ്ടാണ് ദൈവത്തിൽ നിന്നും അത്ഭുതങ്ങൾ ലഭിക്കാത്തത്, സംഭവിക്കാത്തതെന്ന് ചോദിച്ചാൽ നമ്മുടെ വിശ്വാസം പലപ്പോഴും അതിൻ്റെ നിലകളിൽ പ്രാവർത്തികമാക്കത്തക്കവണ്ണം പൂർണ്ണമല്ല എന്നുള്ളതാണ്. പൂർണ്ണമായൊരു വിശ്വാസം ആർക്കുണ്ടോ അവർക്ക് വേണ്ടി ഇന്നും ദൈവം പ്രവർത്തിക്കും. നമ്മുടെ ജീവിതത്തിന് പ്രത്യേകിച്ചും തരംതിരിവൊന്നുമില്ല. മനുഷ്യർക്ക് അങ്ങനെ ഉണ്ടല്ലോ, തരംതിരിവും സമയത്തിൻ്റെ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ചിലർക്ക് ഇന്ന് ചിരിച്ച് കാണിക്കും, നാളെ ചിരിച്ചു പോലും കാണിക്കത്തില്ല. ഇന്ന് ഭയങ്കര സ്നേഹമായിരിക്കും, നാളെ കണ്ടാൽ അറിയുന്ന മട്ടുപോലും കാണിക്കത്തില്ല. ഇത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. എന്നാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അങ്ങനെയല്ല. ഒരിക്കൽ നമ്മെ സ്നേഹിച്ചുവെങ്കിൽ നിത്യതയോളം നമ്മെ സ്നേഹിപ്പാൻ കർത്താവ് നമ്മുടെ കൂടെ കാണും. ആകയാൽ പ്രിയരെ, ഏത് പ്രതിസന്ധിയിലും ജസ്റ്റ് ദൈവത്തെ ആഴമായി വിശ്വസിക്കുക. അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഒന്നും ഭാരപ്പെടേണ്ട, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയ മക്കൾക്കാട്ടും സ്തോത്രം. വിശ്വാസത്തോടെ അങ്ങയുടെ പാതയെ പിൻപറ്റി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു.